This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This adventure we were meant for. Every day is a chance to discover. You give me a reason through every season. Together we can do anything. We believe it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all and what we face, you and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This horizon, oh, it's shining. It seems the daylight knows this is our time. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts. Through it all and what we face, you and me will find a way. Oh, the wonder that awaits. Here we are, forever starts today.
ഈശോയുടെ മുഖത്തോട് അടയാളങ്ങളുടെ ആരംഭമാണ്
വിവാഹ ജീവിതം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവർക്ക് പൗലോസ്ലീഹയുടെ ഒരു ഉപദേശം മാത്രമാണ് അറിയാവുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്കറിയാം പൗലോസ്ലീഹ എല്ലാ തരത്തിലുള്ളവരെ ഉപദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളിലൂടെ. അത് സഭയുടെ കലാകാരന്മാരുടെ കുടുംബജീവിതം നയിക്കുന്നവരെ എല്ലാവരെയും പൗലോസ്ലീഹ ഉപദേശിക്കുന്നുണ്ട്. അവരുടെ ജീവിതം എങ്ങനെയാവണം, കുടുംബജീവിതം നയിക്കുന്നവരെ ഉദ്ദേശിച്ച് പൗലോസ്ലീഹ വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഭാര്യയും ഭർത്താവും എങ്ങനെയാണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നാണ് പൗലോസ്ലീഹയുടെ ഏറ്റവും പ്രധാനമായ കുടുംബജീവിതം നയിക്കുന്നവർക്ക് നയിക്കാൻ പോകുന്നവരെ കുറിച്ചുള്ള ഉപദേശം. ഈശോ സഭയാകുന്ന നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് അറിയണമെങ്കിൽ കുരിശിലേക്ക് നോക്കിയാൽ മാത്രമേ. അതാണ് ഈശോയുടെ സ്നേഹം. സഭയാകുന്ന നമ്മളെ ഈശോ സ്നേഹിച്ചത് എങ്ങനെയാണ്? കുരിശിൽ തന്നെ സ്വന്തം ജീവിതം കൊടുത്തുകൊണ്ട്. അതുപോലെ നമ്മുടെ ലേഖനത്തിലെ വായിച്ചു കേട്ടു, ഭാര്യയും ഭർത്താവും സ്വന്തം ശരീരത്തെ പോലെ പരസ്പരം സ്നേഹിക്കണം. ഈശോ കുരിശിൽ മരിക്കുക നമുക്ക് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. നമുക്ക് കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉള്ളപ്പോൾ നമ്മുടെ രക്ഷയെ പ്രതി കുറവുകളും കുറ്റങ്ങളും ഇല്ലാതെ ദൈവം ഭൂമിയിൽ നിന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുവാനായിട്ട് തയ്യാറാണ്. ഈശോയുടെ കുരിശുമരണത്തെയാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ കാണേണ്ടത്. അതിന് കാരണം തിരിച്ചൊന്നും കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ ഉള്ള സ്നേഹം. അതാണ് കുരിശിലെ സ്നേഹം. സമൂഹത്തിൽ നമ്മൾ കാണുന്ന സ്നേഹമെല്ലാം എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതേ സാഹചര്യത്തിൽ തിരിച്ചെനിക്ക് എന്തെങ്കിലും കിട്ടണം, ഇല്ലെങ്കിൽ സ്നേഹിക്കാൻ നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ സ്നേഹിച്ചതുകൊണ്ട് ഒരു കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ പറയും. തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. എനിക്ക് അവസരമുള്ളപ്പോൾ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറയും. പലപ്പോഴും കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ നമ്മുടെ സ്നേഹം ഇങ്ങനെ യാന്ത്രികമായിട്ട് പോകുമ്പോഴാണ് കുരിശിലെ സ്നേഹത്തിന് അർത്ഥമുണ്ടാവുക. നമ്മൾ തിരിച്ച് അങ്ങോട്ടൊന്നും കൊടുത്തില്ല, നമ്മൾ കുരിശിൽ തകഴിമാരായിട്ട് കൂട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈശോ തന്നെ ജീവൻ ഈ കുരിശിൽ കൊടുത്തുകൊണ്ട് സ്നേഹം എങ്ങനെയാണെന്ന് കാണിച്ച, സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കി നമ്മളെ കൂടെ രക്ഷിച്ച നമ്മുടെ ദൈവമാണ്. അതാണ് ഓരോ സ്നേഹം പറയുന്നത്. ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്നവരെ മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള സ്നേഹം, മുഴുവൻ കൊടുത്തുകൊണ്ടുള്ള സ്നേഹം. ബിബിൻ ജലന് വേണ്ടി മുഴുവൻ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം, ജലൻ ബിബിന് വേണ്ടി മുഴുവനായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് രണ്ടുപേരുടെയും കുറവുകൾ നിറവുകളായിട്ട് മാറുക. പരസ്പരം പങ്കുവെച്ചുകൊണ്ട് കൊടുക്കുവാൻ തയ്യാറാക്കുന്നത്. ബിബി പറയുവാണ് ജലന്റെ കുറവുണ്ട്, ആ കുറവുകൾ നികത്തേണ്ടത് ബിബിന്റെ സ്നേഹമാണ്. ജലി പറയുവാണ് ബിബിന് ഇന്ന കുറവുകളെല്ലാം ഉണ്ട്, അതെല്ലാം നികത്തേണ്ടത് ജലന്റെ സ്നേഹമാണ്. അവിടെയാണ് പരസ്പരം ഒന്നും പ്രതീക്ഷിക്കാതെ, പരസ്പരം ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിൽ ഒരുമിക്കുമ്പോഴാണ്, പങ്കുവെക്കുമ്പോഴാണ് വിശുദ്ധാസഭയെ സ്നേഹിച്ചതുപോലെ സ്വന്തം ജീവിതം കൊടുത്തുകൊണ്ട്. അതാണ് യഥാർത്ഥമായ സ്നേഹം. അപ്പോൾ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട്, ജീവിതം കൊടുത്തുകൊണ്ട് സ്നേഹിക്കുവാൻ സാധിക്കണമെങ്കിൽ കാനായിലെ കല്യാണത്തിലെ അത്ഭുത, ഈശോയുടെ ആദ്യത്തെ അത്ഭുതമാണ്. നമ്മുടെ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളത് കാനായിലെ കല്യാണത്തിന്റെ അത്ഭുതം. അവിടെ അത്ഭുതം ഉണ്ടാകാൻ കാരണം ഈശോയുടെ ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് യോഹന്നാൻ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുക. അപ്പോൾ പരസ്പരം കൊടുത്തുകൊണ്ട്, സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാരും കൂടെ ഉണ്ടാകണം, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. അപ്പോഴാണ് സ്വന്തം ജീവിതം കൊടുത്തുകൊണ്ട് രണ്ടുപേരുടെയും കുറവുകൾ പരസ്പരം നിറവുകളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുക. അതിനുവേണ്ടിയാണ് ഈ ദേവാലയത്തിൽ വിപിന്റെ ജലത്തെ
പരസ്യ ജീവിതം ആരംഭിക്കുകയും പരിശുദ്ധനെ കൊണ്ടുപിടിക്കുന്നു. വിശുദ്ധന്റെ മാധ്യസ്ഥം ഉണ്ടാക്കണം. നമ്മുടെ ആഘോഷങ്ങളിലെല്ലാം ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധമുണ്ടാകണം. അതുപോലെ നമ്മുടെ ആഘോഷങ്ങളിൽ ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധമെന്ന് കയറാൻ പറ്റാത്തതുപോലെ നമ്മുടെ ആഘോഷങ്ങളിൽ ആഘോഷിക്കണം. ആഘോഷങ്ങൾ വേണം. ആ സന്തോഷത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഇവരോട് ഒന്നിച്ചാണ് ആഘോഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ കൂടുതൽ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകുന്ന ദൈവത്തിന്റെ ആശീർവദിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നിച്ചാലും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോഴാണ് ഇവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഇവിടെ കാലായിലെ കല്യാണത്തിൽ വീഞ്ഞിന്റെ ലഹരിയെ പറ്റി പറയുന്നുണ്ട്. കുടുംബജീവിതത്തിലെ ലഹരികളാണ്. അത് വീഞ്ഞിന്റെ ലഹരിയല്ല, സ്നേഹത്തിന്റെ ലഹരിയല്ല. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും എല്ലാം ചിലരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരൻ ചേച്ചി എങ്ങനെയാണ് അങ്ങനെയൊക്കെ പോകുന്നു. ഇന്ത്യത്തള്ളി പോകുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ജീവിക്കുന്നത്. ഇഷ്ടപ്പെട്ട പലപ്പോഴും കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കും. മടുത്തു എല്ലാം വെച്ച് വിളമ്പി എല്ലാം ചെയ്തു കഷ്ടപ്പെട്ടാൽ ജീവിക്കുന്നു. ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ സന്തോഷമാകും. അവിടെയാണ് സ്നേഹത്തിന്റെ കുടുംബജീവിതം നയിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. ഈ സ്നേഹത്തിന്റെ ലഹരി എവിടെയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടെന്ന് ജീവിക്കും. സ്നേഹത്തിന്റെ ലഹരി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കും. അപ്പോൾ ഈശോയെ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നത് ഈ സ്നേഹത്തിന്റെ ലഹരി കുടുംബജീവിതത്തില് അത് 25 വർഷമായാലും 50 വർഷമായാലും 100 വർഷമായാലും ഈ ലഹരി കുറഞ്ഞു പോകാതിരിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി. വിവാഹ ജീവിതത്തിന്റെ തുടക്കം നമുക്കറിയാം. അത് ഫോട്ടോക്കാരത്തിൽ ഫോട്ടോ എടുക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ പള്ളിയിലേക്ക് കൈയൊക്കെ പിടിച്ച് നാളെ സ്റ്റെപ്പൊന്നും ഒക്കെ പോകുന്നതല്ല. പിടിച്ചാൽ സമയമുണ്ട്. അപ്പോൾ വളരെ രസമാണ്. അപ്പോൾ വളരെ യാത്രയായിട്ട് പോയി വളരെ രസമായിട്ട് പോകും. കുറെ കഴിയുമ്പോൾ സ്വന്തം വണ്ടിക്കൊക്കെയാണ് നമ്മുടെ ബസ്സിൽ പോയവരോട് ചോദിച്ചാൽ അറിയാം. ആദ്യത്തെ നാളുകളിലെല്ലാം ഒന്നിച്ചൊരു സീറ്റ് അടിപൊളിയാണ്. കുറച്ച് കഴിയുമ്പോൾ പറയും ഈ മുമ്പിൽ കിടക്കുകയോ ഞാൻ കിടക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നീയൊക്കെ നോക്കോ ഞാനങ്ങനെ എത്തിയാണ്. എവിടെയോ ലഹരി നഷ്ടപ്പെട്ടു തുടങ്ങി. സ്നേഹത്തിന്റെ ലഹരി നഷ്ടപ്പെടുക. ഒരിക്കലും ഈ സ്നേഹത്തിന്റെ ലഹരി നഷ്ടപ്പെടരുത്. മറ്റുള്ളവര് നമ്മുടെ കുടുംബജീവിതം കണ്ട് അസൂയപ്പെടണം. ഇവർ ഈ സ്നേഹമൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ ഈ നല്ല രീതിയിൽ ഇവിടെ എത്താൻ നേരം എവിടെ വെച്ചിട്ട് വരുന്നത്. സ്നേഹം സൂക്ഷിച്ചൊക്കെ വേണം. 25 വർഷമായാലും 50 വർഷമായാലും മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അസൂയപ്പെടണം. തുടക്കത്തിനുള്ളതുപോലെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനാണ് ഈശോയും ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകണം. കുടുംബജീവിതത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഈശോയോട് പറഞ്ഞ് തറവുകളാക്കുവാനായിട്ട് ദൈവത്തിന്റെ ആശീർവദിക്കുന്ന കരങ്ങൾ ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായി നമ്മൾ വിളിക്കുകയാണ്. വിഭിന്നതകളെയും പ്രത്യേകമായി ഈ അന്നാലയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമാകുക. ദൈവത്തിന്റെ ആശീർവദിക്കുന്ന കാര്യങ്ങൾ ധാരാളമായിട്ട് അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. സ്നേഹത്തിന്റെ ലഹരി എന്നും സൂക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെടുന്ന സൂര്യവേദിലും പഴയ ക്രിസ്ത്യനുണ്ട് ഇവിടെ കുടിക്കുന്ന എല്ലാവരുമായിട്ട് ഇവിടെ വളരെ അടിപൊളിയായിട്ട് ഇവിടെ പറഞ്ഞു സുന്ദരയായിരുന്നു. ഈ ഏകദേശം വളരെ പിടിക്കലാണ് ചേർന്നത് തന്നെ ഞാൻ പഠിപ്പിച്ചത് മോശം വളരെ നല്ല സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ സ്കൂളിൽ വളരെ നല്ല സ്റ്റുഡൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും ആക്റ്റീവൊക്കെ ആയിട്ട് ഇപ്പോഴും ആ ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചത് വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും കുടുംബജീവിതം സ്നേഹത്തിന്റെ ലഹരിക്ക് പോകാതെ ഏറ്റവും മനോഹരമാകും ഉറപ്പാണ്.
ചെയ്യുമ്പോൾ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. നന്ദിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നൽകി അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്യുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. സ്നേഹിതരെ വളർത്തിയ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, നിത്യകർമ്മത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ആമേൻ. പ്രിയ സഹോദരനെ, ഈ പതുവരെ നൽകാവുന്ന കൂതാശയായ വിനീതരായ പോകുന്നു. ഈ കൂതാശയോടെ പരിഗണിക്കുന്നതിനാൽ പുരോഹിതൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിവത്സരത്തിലൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആമേൻ. ജീവസമയം നൽകിയതും അങ്ങയുടെ അനുഗ്രഹപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യമാരാഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ അർപ്പിക്കുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാകണമേ. അങ്ങയുടെ കൃപാവന സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജഗൻ എന്ന് വിളിക്കപ്പെടുന്ന സൂസനെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജഗൻ എന്ന് വിളിക്കപ്പെടുന്ന സൂസന് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി വിപിൻ എന്ന് വിളിക്കപ്പെടുന്ന നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ നിങ്ങളെ യുവാവാൻ ഉടമ്പടിയുടെ സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചെയ്തിട്ടുണ്ട്. നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നേ സ്നേഹത്തോടും സ്നേഹത്തോടുകൂടി നിങ്ങളെ തിരുസഭയെ വിശ്വാസ സ്നേഹത്തിൽ മധുരമായി ലഭിക്കുന്ന ഈ നാളിൽ ദയാവും ആസ്വദിക്കണം. ഐക്യത്തിന്റെ പ്രതീകമായ ഈ നാളിൽ അഭിമാന സ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വസ്തതയിൽ ജീവിതത്തിലുണ്ടാകുന്ന ജീവിക്കുവാൻ ഇതിൽ മുദ്രമായ പ്രസിദ്ധങ്ങളെ ഇതിലൂടെ വിശ്വസ്തതയുടെ ഇത് സ്നേഹത്തിന്റെ
അനശ്വര ഈ മന്ത്രകോടി പൂർണ്ണമായ ആസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ നിന്റെ മകളായ വസ്ത്രം ധരിച്ച് ലോകത്തിന്റെ ഇഷ്ടമില്ലാതെ സ്വർഗത്തിൽ മൗനത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മുതൽ സംഭവത്തിൽ സമ്പത്തിൽ ആരോഗ്യത്തിന് അനാരോഗ്യത്തിന് പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നീ
Love is lost and love is found. It gets you high, then pulls you down. It brings you to
off your feet. Love is blind but helps you see. It makes you cry, makes you believe. It spins you round and round, then puts you back on stable ground. But I would do it all. I would do it all. I would do it all again with you. Love is wrong and love is right. It's a patient heart with time.